ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ നിസ്കാരത്തിന്റെ ഫർളുകളിൽ എന്തെങ്കിലും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. അതിൽപ്പെട്ടതാണ്, നമുക്കറിയുന്നതാണ്, ഫാത്തിഹയിലെ ഏതെങ്കിലും ഒരു അക്ഷരം മാറി തെറ്റി ഓതിയാൽ നിസ്കാരം സഹിഹാവുകയില്ല. ഫാത്തിഹയിലെ ഓരോ അക്ഷരവും തെറ്റാതെ പഠിക്കൽ നിർബന്ധമാണ്. പഠിക്കാതിരിക്കൽ ഹറാമാണ്. ഇത് തെറ്റിച്ചോതുന്നവരുടെ നിസ്കാരം സ്വീകാര്യമല്ല, ബാത്തിലാണ്. അവൻ നിസ്കരിച്ചാൽ അത് തള്ളപ്പെടുന്നതാണ്, പരലോകത്തും ഉപകാരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഫാത്തിഹ അക്ഷരം തെറ്റാതെ പഠിക്കൽ ഓരോ മുസ്ലിമിന്റെ മേലും കടമയാണ്. അങ്ങനെ അക്ഷരം തെറ്റാതെ ഓതുകയും ചെയ്യൽ നിർബന്ധമായ കടമയാണ്. ആ കാര്യം ഒന്നാമത് മനസ്സിലാക്കുക. അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന ആ വാക്ക് നമ്മൾ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അക്ഷരം തെറ്റാതെ പറയണം. അല്ലാഹു അക്ബർ, വക്ബർ എന്നാകരുത്, അല്ലാഹു അക്ബർ എന്നാകരുത്, വാവ് ആകരുത്, ആ എന്നാണ് അവിടെ. അല്ലാഹു എന്നിട്ട് ഹു എന്ന്, ഹാ ഹി ഹു എന്ന അക്ഷരം അല്ലാഹു എന്നാകരുത്. അല്ലാഹു എന്നായാല് ഹു ആയില്ല, ഊന്നല്ല, ഹു എന്നാണ്. ഹാ ഹി ഹു, ആ ഇ ഉ രണ്ടക്ഷര. ഹു എന്നത് ഊന്നായാല് ശരിയായ അക്ഷരല്ല വരണേ. അല്ലാഹു അക്ബർ, അങ്ങനെ അക്ബാർ എന്നും ആകരുത്. അല്ലാഹു അക്ബാർ എന്നിങ്ങനെ നീട്ടരുത്. അത് അള്ളാഹു ചണ്ടയാണ് എന്നാവും അർത്ഥം. അള്ളാഹു ചണ്ടയാണ് എന്നർത്ഥം ഉള്ള വാക്കാവും ബാന്ന് നീട്ടിയാൽ. അലിഫ് കൊടുക്കരുത്. അല്ലാഹു അക്ബർ, ലാമ് അവിടെ, അല്ലാഹു അക്ബർ, ആ ലാമാണ് അവിടെ ഉള്ളത്. അതിനൊന്ന് കനപ്പിക്കുന്നു മാത്രം. അത് വേറെ എന്തോ ലോ ഒന്നാകരുത്. അല്ലാ മറ്റേ തോമപ്പിള്ളിട്ട ലോ ആകരുത്. അല്ലാഹു അക്ബർ, ലോ വരല് നാവ് പല്ലുമ തട്ടും. ലോ വരുമ്പോ അല്ലാഹുവിന്റെ അവിടെ ലാമാണ്, നാവ് ഊനുമ തട്ടിയാ മതി, പല്ലുമലേക്ക് പോണ്ട. അല്ലാഹു അല്ലാഹു, നാവ് പല്ലുമല് നിർത്തണം, നാവ് ഊനുമ നിർത്തണം, പല്ലുമക്ക് വരരുത്. അല്ലാഹു. അല്ലാഹുന്ന് ഫഹീമാക്കി പറയാൻ കഴിയൂലെങ്കിൽ പോലും ലാമ് പറഞ്ഞാലും മതി. ഒരിക്കലും ലോ എന്ന് പറയരുത്. ത്വാഉമ പുള്ളിട്ട ലോ ആകരുത്, പല്ലുമ തട്ടിയ ആ അക്ഷരത്തിലേക്ക് പോകും. മറിച്ച് മഖ്റജ് തെറ്റാതെ ലാമിന്റെ മഖ്റജ്, നാവിന്റെ തലയുടെ അരു മേലെ മേലെ ഊനിനോട് ചേർന്ന്, മുൻപല്ലിനോടല്ല മേലെ ഊനിനോട് ചേർന്ന് ഊനുമ തട്ടിയാൽ മതി. ലാ നാവിന്റെ തലയുടെ സൈഡ് ഊനുമ തട്ട. അല്ലാഹു അക്ബർ, അക്ഷരം തെറ്റാതെ പറയണം. അത് തെറ്റിയാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് അത്തഹിയ്യാത്ത്. അതിലെ നിർബന്ധമായ ഭാഗങ്ങൾ അക്ഷരം തെറ്റിയാൽ നിസ്കാരം ബാത്തിലാണ്. അത് ഉസ്താദുമാര് അടുത്തുനിന്ന്, ഇനിയിപ്പോ എത്ര ക്ലാസ് പഠിച്ച ആളാണെങ്കിലും ഒന്ന് പോയിക്കാണ്ട് ഉസ്താദിന്റെ അത്തഹിയ്യാത്ത് ഒന്ന് നോക്കോ എന്ന് പറഞ്ഞിട്ട് നോക്കിപ്പിക്കുക. അതിന് മടിക്കണ്ട. പരലോകത്തെത്തുമ്പോ നിസ്കാരം ബാത്തിലാകുന്ന നിസ്കാരം നിസ്കരിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഞാൻ ഉസ്താദ് മദ്രസയിൽ 10 രൂപ പോയിട്ടുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല. പലപ്പോഴും അത്തഹിയ്യാത്ത് തെറ്റിച്ചാണ് പല സാധാരണക്കാരും ഓതുന്നത്. ഉസ്താദുമാരെന്നെ ചിലപ്പോ തെറ്റി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണക്കാര് പ്രത്യേകിച്ചും അത് തെറ്റാതെ ഓതി ശീലിക്കണം. ഉസ്താദുമാരൊക്കെ അവരുടെ ഉസ്താദുമാരിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും സാധാരണക്കാര് പ്രത്യേകിച്ചും അക്ഷരം തെറ്റാതെ അത്തഹിയ്യാത്ത് പഠിക്കണം. അതിന് നിർബന്ധ ഭാഗം നിർബന്ധമായിട്ടും പഠിക്കണം. അത്തഹിയ്യാത്തിലെ നിർബന്ധ ഭാഗം തെറ്റിച്ച് ഓതിയാൽ, ഒരക്ഷരം മാറിയാൽ നിസ്കാരം സഹീഹാവുകയില്ല, ബാത്തിലാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ അപ്പീലില്ല. അത്തയ്യാത്തുൽ മുബാറക്കാത്ത് എന്നൊക്കെയല്ല ഓതല് ചിലര്. അത്തയ്യാത്ത് എന്താ? അത്തഹിയ്യാത്തു തായിന് ശബ്ദുണ്ട്. അത്തഹിയ്യാത്തു എന്ന് പറയണം. പിന്നെ യാഇന് ശബ്ദുണ്ട്. അത്തഹിയാത്തു അങ്ങനൊന്നും വരാ. അപ്പൊ അത്തഹിയാത്തു യാന്റെ ശബ്ദ് പോയില്ലേ? അത്തയ്യാത്തു അവിടെ ഹാവ് പോയില്ലേ? അത്തയ്യാത്തു എന്നതുമ്പോ ഹാവ് പറയണം. അത്തഹിയ്യാത്തു
അത്തഹിയ്യാതു ലില്ലാഹ് ലില്ലാഹ് ഹ പറയണം. ഇങ്ങനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹു എന്ന് വരണം. അസ്സലാമു അലൈനാ ഐനാണത്. വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തെറ്റാൻ പാടില്ല, ഒറ്റ അക്ഷരം തെറ്റാൻ പാടില്ല. അഷ്ഹദു എന്നൊന്നല്ല, അഷ്ഹദു അങ്ങനല്ല, അഷ്ഹദു ഹാ വരണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൃത്യമായിട്ട് ഓതണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ഓർമ്മപ്പെടുത്താണ്. ഇതൊക്കെയാണ് നിർബന്ധമായ കുറെ ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ ചിലത് ഏതായിരിക്കട്ടെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ധാരാളം ഭാഗങ്ങൾ അതിലുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും. അങ്ങനെ ബാത്തിലാകാതെ നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്കിനിയും പറയാനുണ്ട്.